ഈ കടങ്ങളുണ്ടാകുന്ന എങ്ങനെയാണെന്നറിയോ? എല്ലാവരും പറയും എനിക്ക് ഒരുപാട് കടം ഒരിക്കലും തീരുന്നില്ല, കിട്ടുന്ന പൈസ മുഴുവൻ കടം വീട്ടുവാണ് ഇങ്ങനെ പറയും. പക്ഷേ ഈ കടം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു കടം വരുന്നതെന്ന് പറഞ്ഞാൽ പല കാരണം കൊണ്ട് നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വല്ല രോഗം വന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള അത്യാവശ്യം കൊണ്ട് നമുക്ക് വരുന്ന കടങ്ങൾ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. അതല്ലാതെ ആർഭാടം കാണിച്ച് കടങ്ങൾ ഉണ്ടാകാറുണ്ട്. പലർക്കും ആവശ്യമില്ലാത്ത കാര്യത്തിന് കടം വാങ്ങിക്കുക, ലോൺ എടുക്കുക, ഒരാവശ്യവും കാണുകയില്ല. അങ്ങനെയുള്ള ഒരു കടം മേടിച്ച് ഉള്ള സമ്പത്ത് മുഴുവൻ വെറുതെ പോകുന്നത്, അനാവശ്യമായിട്ട് ചിലവാക്കി കളഞ്ഞിട്ട് കടം മേടിച്ച് അനാവശ്യമായിട്ട് പൈസ കളയുന്നുണ്ട്. അങ്ങനെയുള്ള കടങ്ങളൊക്കെ ഒരിക്കലും തീരുന്ന കടങ്ങളല്ല. കാരണം വീണ്ടും വീണ്ടും അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർഭാടമാണ് അടിസ്ഥാന കാരണം, പക്ഷെ ആവശ്യമല്ല. അടിസ്ഥാന കാരണം ആവശ്യമാണെങ്കിൽ കടം വീടും.